ഇന്ത്യയും പാകിസ്ഥാനുമുള്ള സംഘർഷം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, പക്ഷേ ഇപ്പോഴും ചർച്ചകളിലൊക്കെ അത് നിറയുകയാണ്. ഇപ്പോൾ കരസേന ഉപമേധാവിയായ രാഹുൽ സിംഗ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷമല്ല, ഇന്ത്യ 3 രാജ്യങ്ങളോടാണ് ഏറ്റുമുട്ടിയത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? അത് പറയും മുമ്പ് ഈ ചൈനയുടെ ഒരു യുദ്ധതന്ത്രമുണ്ട്. യുദ്ധത്തിൽ എന്തെല്ലാം നിലപാടുകൾ എടുക്കണം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, തന്ത്രങ്ങൾ പറയുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ആശയഗതികൾ. 36 യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ചൈനീസ് ആർമിയുടെ അല്ല, പരമ്പരാഗതമായിട്ടുള്ള ചൈനീസ് യുദ്ധതന്ത്രങ്ങളിൽ 36 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിലൊന്നാണ് കിൽ വിത്ത് ബോറോഡ് നൈഫ്, കടം വാങ്ങിയ കത്തി കൊണ്ട് കൊല്ലുക. കിൽ വിത്ത് ബോറോഡ് നൈഫ്. അപ്പോൾ നമ്മുടെ കരസേന ഉപമേധാവി രാഹുൽ സിംഗ് ഒരു സെമിനാറിൽ നടത്തിയ പത്രസമ്മേളനം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞത്, സിനു പറഞ്ഞ പോലെ പാകിസ്ഥാനോട് മാത്രമല്ല, ഒരതിർത്തിയിൽ നമ്മൾ ഏറ്റുമുട്ടിയത് 3 രാജ്യങ്ങളോടാണ്. ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ചൈന, 3 തുർക്കി. അപ്പോൾ ഒരു കരസേനയുടെ ഉപമേധാവി എന്ന് പറഞ്ഞ അത്യുന്നതമായൊരു പോസ്റ്റാണ്. അതെ. അദ്ദേഹം 3 രാജ്യങ്ങളുടെ പേര് പറയുന്നു. പാകിസ്ഥാനുമായിട്ട് നമുക്ക് യുദ്ധമുണ്ട്, അതെ, യുദ്ധത്തിലായിരുന്നു. ഒരു ചൈന, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ കൂടി അതിനകത്തേക്ക് വലിച്ചിടുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന, വളരെ ആസൂത്രിതമായും ആലോചിച്ചും പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റ് 2 രാജ്യങ്ങളുടെ അത് മറ്റൊന്നത് പറഞ്ഞു, പാകിസ്ഥാൻ ആണ് യുദ്ധം ചെയ്തത്. പക്ഷേ പാകിസ്ഥാനിലൂടെ ചൈന ചെയ്തത് ലൈവ് ലാബ് ടെസ്റ്റ് ഓഫ് വെപ്പൺസ്. ചൈന ഉണ്ടാക്കി ലോക മാർക്കറ്റിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ലൈവായിട്ടുള്ള ടെസ്റ്റായിരുന്നു, പരീക്ഷണമായിരുന്നു. ഒരു ലാബറട്ടറിയിൽ പരീക്ഷിക്കുന്നത്, ലാബ് ടെസ്റ്റ് എന്നാണ് പറഞ്ഞത്. യുദ്ധമുഖത്ത് ചൈനീസ് ആയുധങ്ങളുടെ പരീക്ഷണമാണ് നടന്നത്. അതുമാത്രമല്ല, മിലിറ്ററി ഹാർഡ്വെയർ എന്നുവെച്ചാൽ സൈനിക സന്നാഹങ്ങൾ, ആയുധങ്ങൾ പാകിസ്ഥാൻ ഇന്ന് ഉപയോഗിക്കുന്ന 81% ചൈനയുടേതാണ്. അതുമാത്രമല്ല, നമ്മൾ DGMO തലത്തിൽ ചർച്ച നടത്തിയല്ലോ. പാകിസ്ഥാൻ ഇങ്ങോട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് വിളിച്ചു. നമ്മുടെ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും 3:30 വിളിച്ചു. 3:30 വിളിച്ചിട്ട് ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ വെടിനിർത്തലും നമ്മളും ഓക്കെ പറഞ്ഞത്. അതുവരെയുള്ള നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാനമായ എല്ലാ സൈനിക നീക്കങ്ങളും ചൈന അപ്പോഴപ്പോൾ പാകിസ്ഥാനെ അറിയിക്കുന്നുണ്ടായിരുന്നു എന്നും നമ്മുടെ കരസേനാ മേധാവി പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചൈനയ്ക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പ്, ചൈനയെ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ സൈന്യം ചെയ്യാറില്ല. സൈന്യം വന്നിട്ട് എക്സ്പോസ് ചെയ്യും. എന്തുകൊണ്ടാണ് മിലിറ്ററി അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചാൽ അത് പിന്നീട് ശത്രുത കൂടത്തില്ലെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് കരസേന ഉപമേധാവി പറഞ്ഞത്. ഉപമേധാവി പറഞ്ഞിട്ട് അത് ഡിപ്ലോമാറ്റിക്കലി അത് കുഴപ്പം വന്നാൽ ഉടനെ കരസേന മേധാവിക്ക് വന്നിട്ട് അദ്ദേഹം അത് സ്വന്തം നിലയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ തീരും. മനസ്സിലായില്ലേ? അസമയം കരസേന മേധാവി പറഞ്ഞാലോ പിന്നെ തിരുത്താൻ പറ്റില്ല. അത് രാജ്യത്തിന്റെ നിലപാടായിട്ട് വരും. അപ്പോൾ രാജ്യത്തിന്റെ നിലപാടാണോ? അതെ. പറഞ്ഞു, പറഞ്ഞില്ല. അതൊരു വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് ഈ കരസേന ഉപമേധാവിയുടെ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത്, നമുക്ക് 3 ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഓർക്കണം, പാകിസ്ഥാൻ ശത്രു, ചൈനയെ നമ്മൾ ശത്രു രാജ്യമൊന്നും നമ്മൾ എനിമി കൺട്രി ആയിട്ട് ആരും ഡിക്ലെയർ ചെയ്തിട്ടില്ല. പാകിസ്ഥാനെ പോലും എനിമി കൺട്രി എന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല. കരസേന മേധാവി പറയുന്നു 3 ശത്രുക്കളോടാണ് നമ്മൾ പോരാടിയത്. അപ്പോൾ ഒരു ഡിക്ലറേഷൻ കൂടിയാണ്. ആരൊക്കെ? പാകിസ്ഥാൻ ശത്രുവാണ്, ചൈന ശത്രുവാണ്, ഒരാൾ കൂടെ ഇടം പിടിച്ചിരിക്കുന്നു. ആര്? തുർക്കിയും നമ്മുടെ ശത്രു രാജ്യമാണെന്ന് കരസേനാ മേധാവി പറഞ്ഞിരിക്കുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റായിട്ട് വിലയിരുത്തപ്പെടുക. അപ്പോൾ പറയുന്നത് മാത്രമല്ല, എന്തുകൊണ്ട് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നമ്മളെ വിളിച്ചു എന്നതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ സേനാ നീക്കങ്ങളും ചൈന അപ്പോഴപ്പോൾ മോണിറ്റർ ചെയ്യുന്നു. പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. ചൈനയ്ക്ക് 1000 ഉപഗ്രഹങ്ങളുണ്ട് സാറ്റലൈറ്റിൽ. നമ്മുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് പാകിസ്ഥാൻ അറിയുന്നുണ്ട്. അല്ല, നമ്മൾ പറഞ്ഞിട്ട് ചൈന ലോ ഓർബിറ്റിൽ ചുമ്മാ ചെറിയ കളിയല്ല, 1000 സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും ചൈന കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിൻ്റെ നീക്കമായിട്ടാണ് ഈ വർഷം നമ്മൾ 52 ഉപഗ്രഹങ്ങൾ, 4 ഉപഗ്രഹങ്ങൾ നമ്മൾ വിടാൻ പോവുക. പാകിസ്ഥാനെയും ചൈനയും മാത്രം നോക്കാൻ വേണ്ടി. ചൈന പക്ഷേ ലോകത്തെ മുഴുവൻ നോക്കാനാണ് ഈ 1000 ഉപഗ്രഹങ്ങൾ വിട്ടിരിക്കുന്നത്. നമ്മളിത് കൂട്ടാൻ പോവാണ്.
അപ്പോൾ പാകിസ്ഥാനെയും ചൈനയും ഇപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ്സ് ഉണ്ട്, നമ്മുടെ നാവിക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി 52 ഉപഗ്രഹങ്ങൾ വിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സേനാ നീക്കങ്ങൾ മുഴുവൻ കൃത്യമായി ചൈന കണ്ടിട്ട് പാകിസ്ഥാനോട് പറഞ്ഞു, എടാ വലിയ അടി വരുന്നുണ്ട്, അവൻ ഇന്ത്യ വെറുതെ അല്ല വൻ സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട്, അടുത്ത അടി ഇപ്പം കിട്ടിയപ്പോൾ തന്നെ നിൻ്റെ നടു ഒടിഞ്ഞിരിക്കുകയാണ്, അടുത്തതൂടെ കിട്ടുമ്പോൾ നിൻ്റെ മണ്ട പൊട്ടിക്കും ഇന്ത്യ, അതിനുള്ള നീക്കം നടത്തുന്നുണ്ട്, മതി, എൻ്റെ സാധനമൊക്കെ നീ പരീക്ഷിച്ചല്ലോ, എല്ലാം പാട്ടയാണ്, ചൈനീസ് പടക്കം പോലെയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു, ഇനി കയ്യിലുള്ള ബാക്കിയുള്ളതുകൂടെ പൊട്ടിച്ച് എന്നെ ഇനി നാണം കെടുത്തരുത് എന്ന് ചൈന പറഞ്ഞു കാണും. കാരണം അവൻ്റെ JF-10 ഫൈറ്റർ വീണു ഇല്ലേ, PL-15 മിസൈൽ, എയർ ടു എയർ മിസൈൽസ് പൊട്ടിയില്ല, HQ-9 വ്യോമ പ്രതിരോധ സന്നാഹം ഒന്നുമല്ല എന്ന് തെളിഞ്ഞു. അപ്പൊ പിന്നെ ഇനി ബാക്കി വല്ലതും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് പൊട്ടിച്ചിട്ട് അത് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യാനിരിക്കുക, നീ അത് പൊട്ടിക്കല്ലേ അനിയ എന്ന് ചൈന പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ അത് നമ്മൾ ഒരു തമാശയായിട്ട് പറയുന്നതാണ്. എന്തായാലും സാധ്യതയുണ്ട് അതൊന്നും ഉപയോഗിക്കരുത്. കാരണം ലൈവ് ലാബ് ടെസ്റ്റ് ഓഫ് വെപ്പൺസ് ആണെന്ന് നമ്മുടെ സൈന്യ ഉപമേധാവി പറയുന്നു. അപ്പോൾ ഇന്ത്യയുടെ സേനാ നീക്കങ്ങൾ, ഇന്ത്യ നടത്തുന്ന ഇനി വരാൻ പോകുന്ന അടുത്ത ഫേസിൽ ഇന്ത്യയുടെ അടി അതിമാരകമാണെന്ന് ചൈനയിൽ നിന്ന് വിവരം കിട്ടിയത് കൊണ്ടായിരിക്കും പാകിസ്ഥാൻ്റെ DGMOയെ അമേരിക്കൻ പ്രഷർ കൂടാതെ നമ്മളെ വിളിച്ച് കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുർക്കിയുടെ പേരെടുത്ത് പറയുന്നതാണ്. തുർക്കിയെ നമ്മുടെ സൈന്യത്തിൻ്റെ മേധാവി, ഉപമേധാവി തുർക്കി എന്ന രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധയാവും. കാരണം ഇന്ത്യ ഒഫീഷ്യലി നമ്മൾ തുർക്കിയുടെ പേരാരും പറഞ്ഞിട്ടില്ല, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല, നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആദ്യമായി സൈന്യം തുർക്കി നമുക്കെതിരെ യുദ്ധത്തിൽ പങ്കെടുത്തു, പാകിസ്ഥാനെ സഹായിച്ചു എന്നുള്ള ഒഫീഷ്യലി ഒരു വെളിപ്പെടുത്തൽ. മൂന്നാമത് നമ്മളോട് പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് നമ്മളോട് പൊരുതിയ കൂട്ടത്തിൽ തുർക്കിയുമുണ്ട്, തുർക്കിയുടെ ആയുധങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടത് ബരാക്തർ ഡ്രോണുകൾ, തുർക്കിയുടെ ഡ്രോണുകളുണ്ട്. ആ ഡ്രോൺ വെച്ചിട്ടാണ് ഇവർ അർമേനിയക്കായിട്ട് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അർമേനിയക്ക് ആകാശ് മിസൈൽ നമ്മൾ കൊടുത്തത് തുർക്കിക്കെതിരെ. അതെ, ഇപ്പോൾ നമ്മൾ ഗ്രീസിന് കൊടുക്കാൻ പോകുന്നു തുർക്കിക്കെതിരെ മിസൈലുകൾ. അതൊക്കെ ഇതിന് ശേഷമാണ്. അപ്പോൾ ഈ ബരാക്തർ ഡ്രോണുകൾ മാത്രമല്ല, ബാക്കി 2 ആയുധങ്ങൾ, അതിന് പുറമെ മറ്റ് 2 തരത്തിലുള്ള ഡ്രോണുകൾ കൂടി തുർക്കി ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതായത് ഇവർ വേവ്സ് ഓഫ് ഡ്രോൺസ് അയച്ചു, തിരമാല പോലെ ഡ്രോണുകൾ അയച്ചു, 200-300 ഡ്രോണുകളെ ഒരുമിച്ച് അയച്ചു. അതൊന്ന് ബൈക്കർ ഇഹ കാമിക്കാസ് ഡ്രോൺസ് ആണെന്ന് പറയുന്നു. അതുകൂടാതെ അസിസ് ഗാർഡ് സൊണാഗർ ഡ്രോൺ എന്ന് പറയുന്ന ഒരു ഡ്രോണും ബൈക്കർ ഇഹ കാമിക്കാസ് ഡ്രോണുകളും കൂടി തുർക്കി നിർലോഭം വാരിക്കോരി പാകിസ്ഥാൻ കൊടുത്തു. തുർക്കിയുടെ വിമാനം ഇറക്കിയിട്ടാണ് കൊടുത്തത്. അത് പിന്നെ ആശയപരമായ പിന്തുണ, കാശ്മീർ പാകിസ്ഥാന് കൊടുക്കേണ്ടതാണ്, എക്കാലത്തും പാകിസ്ഥാൻ്റെ കൂടെയായിരിക്കും ഞങ്ങളെന്ന് ഒക്കെ തുർക്കി പറഞ്ഞു. അറിയാം, തുർക്കിക്ക് വേണ്ടി നമ്മൾ ചെയ്ത പിണറായി വിജയൻ വരെ ഇവിടുന്ന് കാശ് പിരിച്ച് അയച്ചു കൊടുത്തതാണ് തുർക്കിക്ക്. അപ്പോൾ തുർക്കി ഭൂകമ്പത്തിൽ തകർന്നപ്പോൾ ലോകത്താദ്യമായി സഹായവുമായി ഓടിയെത്തി കെട്ടിടങ്ങൾക്കിടയിലുമൊക്കെ വീണ് കിടന്ന തുർക്കി പൗരന്മാരെ രക്ഷപ്പെടുത്താൻ എത്തിയത് ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു. അങ്ങനെയുള്ള നമ്മളെയാണ് ഈ തുർക്കി പാകിസ്ഥാൻ ആയുധം കൊടുത്ത് സഹായിച്ചത്. അതിപ്പോൾ ഔദ്യോഗികമായി നമ്മുടെ കരസേനയുടെ നേതൃത്വത്തിലുള്ള ഒരാൾ പറയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഏതായാലും നമ്മൾ തുർക്കിയെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മളെപ്പോഴും പറയുമ്പോൾ ഇന്ത്യയുടെ ശത്രുക്കൾ ചൈനയും പാകിസ്ഥാനും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതോടുകൂടി നമുക്ക് പറയാൻ, ഭയപ്പെടാൻ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കാൻ ഒരു രാജ്യം കൂടി ഉണ്ടായിരിക്കുന്നു, അത് തുർക്കിയാണ്. അതാണ് ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ ഇപ്പോഴും തുർക്കിക്ക് പോകാനായിട്ട് വിമാനം പിടിച്ച് ടൂറിന് പോകുന്ന ആളുകൾ ആലോചിക്കണം, ഇന്ത്യ ഔദ്യോഗികമായി ഇന്ത്യയുടെ കരസേനാ ഉപമേധാവി രാഹുൽ സിംഗ് വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ, ചൈന, പിന്നെ തുർക്കി എന്ന രാജ്യത്തിൻ്റെ പേരൂടെ പറഞ്ഞിരിക്കുന്നു. അവിടെ പോയി ബിസിനസ്സിന് പണമിറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുർക്കിക്ക് പണം ഉണ്ടാക്കുക. അവിടെ പോയി ബിസിനസ് ചെയ്താൽ അതിൻ്റെ ഒരു വിഹിതം ആർക്ക് കിട്ടും? തുർക്കി കിട്ടും. അവൻ അതുകൊണ്ട് ഡ്രോൺ ഉണ്ടാക്കി ആർക്ക് കൊടുക്കും? പാകിസ്ഥാൻ കൊടുക്കും. പാകിസ്ഥാൻ കൊടുക്കുന്ന പൈസ, ആ പൈസ എടുത്ത് ആയുധം ഉണ്ടാക്കി പാകിസ്ഥാൻ കൊടുക്കും. അതുകൊണ്ട് അവൻ നമ്മളെ ആക്രമിക്കും. അപ്പൊ തുർക്കിക്ക് വേണ്ടി തുർക്കിക്ക് പോകുന്നവർ, ഇസ്താംബൂളിൽ കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും പോകുന്നവർ, സിനിമ ഷൂട്ടിങ്ങിന് പോകുന്നവർ, അതിലൂടെ ഇതെല്ലാം ഉണ്ടല്ലോ, പോകുന്നവർ ഒക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ അവിടെ ചെലവഴിക്കുന്ന ഓരോ പണവും
ഡ്രോണുകളായിട്ട്, മിസൈലുകളായിട്ട്, ആയുധങ്ങളായിട്ട് ഇന്ത്യക്കാരുടെ നെഞ്ചത്തേക്ക് വരാൻ പോവുകയാണ്. കാരണം തുർക്കി ഒരു ശത്രു രാജ്യമാണെന്ന് ഇന്ത്യൻ ആർമി ഉപമേധാവി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.